നമസ്കാരം. തുടക്കത്തിലെ നമ്മൾ പറയുന്നതാണ്, ഇന്ത്യയിലെ ഒരു പോർട്ടുമായിട്ട് നമ്മൾ താരതമ്യത്തിനില്ല. സെയിലിംഗ് കമ്മിറ്റി ആരംഭിക്കുന്നു. ഇന്നലത്തെ ഒരു പ്രതികരണം വായിച്ചു തുടങ്ങാം. ബിജുവാണ് എഴുതുന്നത്. കടലില്ലാത്ത ബാംഗ്ലൂർ മഹാനഗരമായി മാറി. കേരളം ഇഹഗതിയും പരഗതിയുമില്ലാതെ കിടക്കുന്നു. കടലുണ്ട്, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. കാണാത്തത് നമ്മൾ മാത്രമാണ്. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലവണ്ണം കാണുന്നുണ്ട്. നമ്മുടെ പോർട്ടിന്റെ പെർഫോമൻസും മറ്റ് ലോക പോർട്ടുകളുമായിട്ടുള്ള താരതമ്യവും ഒക്കെ വളരെ കൃത്യമായി പഠിക്കുന്ന ചില ആഗോള ഏജൻസികളുണ്ട്. അവരുടെ ഏപ്രിൽ മാസത്തെ കണ്ടെത്തൽ അനുസരിച്ച് നമ്മുടെ സമീപ പല പോർട്ടുകളെയും, രാജ്യത്തിനകത്തുള്ള, ദേവിയെ തെറ്റിദ്ധരിക്കണ്ട, രാജ്യത്തിനകത്തുള്ളതല്ല, രാജ്യത്തിന് പുറത്തുള്ള പല പോർട്ടുകളെയും TRV പിന്നിലാക്കി 75-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ആഗോള പോർട്ടിന്റെ പട്ടികയിൽ TRV 75-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ചിറ്റഗോങ്. പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പരിചയമുള്ള ബംഗ്ലാദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ മുംബൈ പോലെ എന്ന് പറയാവുന്ന പോർട്ടാണ് ചിറ്റഗോങ്. ചിറ്റഗോങ് 76, താരതമ്യപ്പെടുത്തുന്നില്ലെങ്കിലും 77-ാം സ്ഥാനത്താണ് ചെന്നൈ. ഇന്ത്യയിലെ പോർട്ടുകളുമായിട്ട് താരതമ്യം ചെയ്യുന്നില്ല, പക്ഷേ ഈ ലിസ്റ്റിൽ വന്നു പോയാൽ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. 78 അലക്സാണ്ട്രിയ, ഈജിപ്തിലെ അലക്സാണ്ട്രിയ. പതിറ്റാണ്ടുകളല്ല, നമ്മളെപ്പോലെ ഏകദേശം 2 നൂറ്റാണ്ടോ അതിലപ്പുറമോ പരിചയമുള്ള പോർട്ടാണ് അലക്സാണ്ട്രിയ. വിഴിഞ്ഞത്ത് നിന്ന് അലക്സാണ്ട്രിയയിലോട്ട് നേരിട്ട് കപ്പൽ സർവീസ് ഉണ്ടായിരുന്ന കഥകൾ പലതും നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അലക്സാണ്ട്രിയ 78. 79 കറാച്ചി. എഗെയിൻ നമ്മുടെ മുംബൈ പോലെ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട പോർട്ടാണ് കറാച്ചി. അപ്പോൾ നമ്മളെവിടെയാണ്? 75-ാം സ്ഥാനം. 76, 77, 78, 79 ലിസ്റ്റ്. അപ്പോ കാണേണ്ടവർ ഇതൊക്കെ കാണുന്നുണ്ട്. ബിജു പറയുന്നത് പോലെ കടലുണ്ട്, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ, കണ്ണുള്ളവർ, കാണണമെന്ന് ആഗ്രഹമുള്ള കണ്ണുള്ളവർ TRVയുടെ പെർഫോമൻസ് വളരെ നന്നായിട്ട് കാണുന്നുണ്ട്. തുരുമ്പെടുക്കും, കാക്ക കൂടുകെട്ടും, ഒറ്റ കപ്പൽ പോലും വരില്ല എന്നൊക്കെ പറഞ്ഞ ചില മാന്യന്മാർ ഇപ്പോഴുണ്ട്. അവരുടെ കൂടി പ്രത്യേക ശ്രദ്ധയ്ക്കാണ് ഈ ടേബിൾ, അന്തർദേശീയ ടേബിൾ അവതരിപ്പിക്കുന്നത്. 600 പോർട്ടുകളുടെ പെർഫോമൻസിനെ കുറിച്ച് അതിനകത്തുണ്ട്. ആ 600-നകത്താണ് 75-ാം സ്ഥാനം. 1-ാം സ്ഥാനത്തെത്തും. TRV ലോകത്തിലെ പോർട്ടുകളുടെ 1-ാം സ്ഥാനത്തെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കണ്ണുള്ളവരോ കാതുള്ളവരോ ഇപ്പൊ ഇതൊക്കെ ഒന്ന് കേൾക്കാനും കാണാനും ശ്രമിക്കുക. മിക്കവാറും ഈ റിപ്പോർട്ട് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുമ്പോൾ CHS കൊളംബോ ഇവിടെ നിന്ന് ടോ ചെയ്ത് കൊണ്ടുപോവുകയായിരിക്കും. 35 ദിവസമായി നമ്മുടെ പുറംകടലിൽ കിടക്കുകയായിരുന്നു ഈ കപ്പൽ. 24/4/26 അൺബർത്ത് ചെയ്ത കപ്പൽ കൊളംബോയിലോട്ട് പോകുന്നതാണ് അന്ന് കണ്ടത്. പക്ഷേ നേരെ നമ്മുടെ ആങ്കറേജിൽ പോയി നിൽക്കുകയായിരുന്നു. യന്ത്ര തകരാറാണ് വിഷയം. നമ്മുടെ ഇവിടെ അത് പരിഹരിക്കാൻ പലതവണ ശ്രമിച്ചു, നടന്നില്ല. അവസാനം പിന്നെ കൊളംബോയിലോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ കൊണ്ടുപോകുന്നതിന് ടഗ് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. സരോജ ബ്ലസ്സിംഗ് എന്ന് പറയുന്ന ടഗ് ഇപ്പോൾ ഉണ്ട്. മിക്കവാറും യാത്രയായിരിക്കാം. എന്തായാലും 35 ദിവസം ഇവിടെ കിടക്കുമ്പോഴും ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ഇപ്പൊ 954 കപ്പലെത്തി. ഇങ്ങനെ ആയിരക്കണക്കിന് കപ്പൽ വരുമ്പോൾ അവർക്കെല്ലാവർക്കും ഈ സർവീസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അറ്റകുറ്റപ്പണികൾ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് കപ്പൽശാല തുടങ്ങുന്നത് അല്പം വൈകിയാലും കുഴപ്പമില്ല. അടിയന്തിരമായി ഒരു അറ്റകുറ്റപ്പണി കേന്ദ്രം ഓഫ്ഷോർ പദ്ധതിയുടെ ഭാഗമായിട്ടെങ്കിലും ഒരു അറ്റകുറ്റപ്പണി കേന്ദ്രം അടിയന്തിരമായി ആരംഭിച്ചില്ലെങ്കിൽ ഇതുപോലെ 35 ദിവസമൊക്കെ ഒരു കപ്പലിനെ വൈകിക്കുക എന്ന് പറയുന്നത് അന്തർദേശീയ തലത്തിൽ വലിയ നാണക്കേടാണ്. ഒരു സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു ചെറിയ കപ്പൽ CHS കൊളംബോ സാമാന്യം ചെറിയൊരു കപ്പലാണ്. ആ കപ്പലിന്റെ ഒരു കുഴപ്പം പരിഹരിക്കാൻ പറ്റാത്ത ഒരു പോർട്ടാണ് TRV അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം.
എന്നുള്ളത് ഈ രാജ്യത്തിന് നാണക്കേടാണ്. അതുകൊണ്ട് അടിയന്തിരമായി ഒരു അറ്റകുറ്റപ്പണി കേന്ദ്രം TRVയുടെ അനുബന്ധ പ്രവർത്തനമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് കേരളം മുഴുവനുള്ളവർക്ക് തൊഴിൽ നൽകുന്നതാണ്. കപ്പൽ മേഖലയുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണി കേന്ദ്രം എന്ന് പറഞ്ഞാൽ കപ്പലിനകത്തു മാത്രമല്ല, ഇതിന്റെ ഭാഗങ്ങൾ പലതും കരയിൽ വെച്ച് തന്നെ പരിഹരിക്കേണ്ടതാണ്. അങ്ങനെ ഒരു വലിയ തൊഴിലവസരവും ഒരു വലിയ സാങ്കേതിക മുന്നേറ്റവും നടത്താൻ പറ്റുന്ന ഒരു മേഖലയാണ് കപ്പൽ അറ്റകുറ്റപ്പണിക്ക്. അപ്പൊ ഈ 954 കപ്പൽ മാത്രമല്ല, ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ ലഭ്യമാകുമെന്ന് അറിയുമെങ്കിൽ ദിവസേന കടന്നുപോകുന്ന 200 കപ്പലുകളിൽ 2 കപ്പലെങ്കിലും ഇവിടെ വരും. 2 കപ്പൽ വന്നാൽ ഇവിടെ ആറാട്ടായിരിക്കും. ദയവ് ചെയ്ത് ബന്ധപ്പെട്ടവർ സംസ്ഥാനവും കേന്ദ്രവും ഈ വിഷയം വളരെ ഗൗരവമായി പരിഗണിക്കണമെന്നാണ് സെയിലിംഗ് കമ്പനിയുടെ അഭ്യർത്ഥന. 3-4 കപ്പലുകളുടെ സെയിലിംഗ് വാർത്ത. ടീന, MSC ടീന ഇവിടെ ഉണ്ടായിരുന്നു. MSC ടീന ഇവിടെ നിന്ന് പുറപ്പെട്ട് നേരെ പോകുന്നത് വിയറ്റ്നാമിലെ വോങ്താവു പോർട്ടിലോട്ടാണ്. നേരിട്ടാണ് പോകുന്നത്. ഇടയ്ക്ക് ഒരു പോർട്ട് കയറുന്നില്ല. 6 ദിവസമാണ് എടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഓർത്തു വെക്കണം. നമ്മുടെ ട്രേഡ് കമ്മ്യൂണിറ്റിയോടൊക്കെ ഉള്ള പരിചയമുള്ള ആളുകളോടൊക്കെ നമ്മൾ സംസാരിക്കണം. 6 ദിവസം കൊണ്ടാണ് TRVയിൽ നിന്ന് വിയറ്റ്നാമിലെ വോങ്താവുവിലോട്ട് നേരിട്ട് പോകുന്നത്. അതേ സമയത്ത് അവിടെ നിന്നൊരു കപ്പൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. MSC സാക്ഷാൽ MSC ഗുൽസൻ. MSC ഗുൽസൻ വരുന്നത് വോങ്താവു, സിംഗപ്പൂർ, TRV. ഇടയ്ക്ക് സിംഗപ്പൂരിൽ കയറുന്നുണ്ട്. അതുകൊണ്ട് 10 ദിവസമാണ്. 21/5 അവിടെ നിന്ന് പുറപ്പെട്ടത്. 31/5 ഈ മാസം അവസാനം ഇവിടെ എത്തും. അപ്പൊ സിംഗപ്പൂരിൽ കയറുന്നത് കാരണം ഗുൽസൻ 10 ദിവസം എടുത്തിട്ടാണ് ആ യാത്ര പൂർത്തിയാക്കുന്നത്. പിന്നെയുള്ളത് ആദ്യമായിട്ട് ഒരു പോർട്ട്, ആദ്യമായിട്ടാണ് മലാഗ, സ്പെയിനിലെ മലാഗ എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് ഒരു കപ്പൽ ഇങ്ങോട്ട് വരികയാണ്. മലാഗ എന്ന് പറയുന്നത് നമ്മുടെ ജിബ്രാൾട്ടർ കടലിടുക്ക് കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറി സ്പെയിനിലെ മലാഗ പോർട്ടാണ്. അവിടെ നിന്ന് മലാഗയിൽ നിന്ന് നേരിട്ടാണ് MSC സാവന്ന വരുന്നത്. ഹിമാലയ എക്സ്പ്രസ് മലാഗയിൽ നിന്ന് നേരിട്ട് TRV. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഒരു പുതിയ പോർട്ട് TRVയുമായിട്ട് കണക്ട് ചെയ്യപ്പെടുകയാണ്. പിന്നെ ഒരെണ്ണം വരുന്നത് ലൊറേറ്റ, MSC ലൊറേറ്റ വരുന്നത് JNPT TRV സൗത്ത് ആഫ്രിക്കയിലെ കൊയ്ഗയിൽ ഇപ്പോൾ മിക്കവാറും ഉണ്ട്. 10 ദിവസമാണ് TRV കൊയ്ഗ സൗത്ത് ആഫ്രിക്കയിലെ കൊയ്ഗയിലുമായിട്ട് 10 ദിവസത്തെ ഡിസ്റ്റൻസ് ആണുള്ളത്. ഇന്ത്യ ആഫ്രിക്ക സർവീസാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലും ഇനിയുള്ള ദിവസങ്ങളിലുമായിട്ട് വലിയ കപ്പലുകൾ 2-3 വരുന്നുണ്ട്. മലാഗ എന്ന് പറയുന്ന പുതിയ പോർട്ടിനെ നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്നുണ്ട്. MSC ഗുൽസന്റെ കഥ പറഞ്ഞത് കാരണം ഒരു ട്രാക്കത്തോണും കൂടി അതോടൊപ്പം ചേർത്ത് നമുക്ക് കണ്ടുപോകാം. ഇത് ആരും അയച്ചു തന്നതല്ല, ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്. അതിനകത്ത് അവർ തന്ന ഒരു കണ്ടെയ്നർ നമ്പർ വെച്ച് ട്രാക്ക് ചെയ്തപ്പോൾ 22/5/26 ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്നു. MSC മാൻഹാട്ടൻ, MSC എന്ന് പറയുമ്പോൾ ഇനി കപ്പലിന്റെ പേര് പറയാതിരിക്കും. TRVയിൽ വരുന്നുണ്ടെങ്കിൽ MSCയുടെ കപ്പലാണല്ലോ. ചെന്നൈയിൽ നിന്ന് TRVയിൽ വരുന്നു. 22/5 ചെന്നൈയിൽ നിന്ന് തിരിക്കുന്നത്. പിന്നെ TRVയിൽ നിന്ന് പുറപ്പെടുന്നത് 2/6 ഇപ്പൊ എത്ര ദിവസമാണ്? 10, 12, 13 ദിവസം കഴിഞ്ഞിട്ടാണ്. അവിടെ നിന്നൊരു ട്രക്കിൽ കയറ്റി ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ 22/6 ഇവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് 1-ാം തീയതിയോ 31-ാം തീയതിയോ ഇവിടെ വന്നാൽ മതിയായിരുന്നു. അപ്പൊ ഇങ്ങനെ വളഞ്ഞു ചുറ്റി ശ്രീലങ്ക ചുറ്റി വരേണ്ട കാലതാമസം ഒഴിവാക്കാമായിരുന്നു. അത് കഴിഞ്ഞ് MSC ഗുൽസനിലാണ് ഈ കണ്ടെയ്നർ കയറി 29/6 അബിഡ്ജാൻ, കിഴക്കൻ ആഫ്രിക്കയിലെ ഐവറി കോസ്റ്റ് എന്ന് പറയുന്ന പോർട്ടിലോട്ട് പോകുന്നത്. അപ്പോ ഗേറ്റ് തുറന്നിരുന്നെങ്കിൽ 10-11 ദിവസമോ ലാഭിച്ചുകൊണ്ട് ഈ കണ്ടെയ്നറിന് നേരിട്ട് TRVയിൽ വരാൻ പറ്റും. തീർച്ചയായിട്ടും അത് കപ്പൽ കൂലി ഇനത്തിൽ വലിയ ലാഭമുണ്ടാക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് അടിയന്തരമായി ഇപ്പോൾ ഗേറ്റ് തുറക്കും എന്നുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. ജൂൺ പകുതിയോടുകൂടി ഗേറ്റ് തുറക്കും എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. നിർബന്ധമായും ആ ഒരു തീയതിക്കെങ്കിലും ഈ കാര്യങ്ങൾ നിർവഹിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്.